ഏവർക്കും നമസ്കാരം. സമ്പൂർണ്ണ പ്ലസിലൂടെ കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്ത് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു വീഡിയോയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഗൂഗിൾ ക്രോമിലേക്ക് പ്രവേശിക്കുന്നു. ഗൂഗിൾ ക്രോമിൽ പ്രവേശിച്ച് സെർച്ച് എന്ന ഭാഗത്ത് സമ്പൂർണ്ണ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ആദ്യം വരുന്ന റിസൾട്ട് sambhoorna.kite.kerala.gov.in ആ ഒരു വെബ്സൈറ്റിൽ താഴെ കാണുന്ന സമ്പൂർണ്ണ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സമ്പൂർണ്ണയിലേക്ക് വരുന്നു. ഇവിടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ യൂസറാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ കോഡ് _ ക്ലാസ് ഡിവിഷൻ എന്ന് തുടങ്ങുന്ന ആ ഒരു യൂസർ ID ആണ് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ലോഗിൻ. അത് നമ്മൾ നൽകുന്നു, പ്രവേശിക്കുന്നു. ഇനി സമ്പൂർണ്ണ പ്ലസിലേക്ക് കയറുന്നതിന് ഇവിടെ സമ്പൂർണ്ണ പ്ലസിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സമ്പൂർണ്ണ പ്ലസിലേക്ക് പ്രവേശിക്കുന്നു. സമ്പൂർണ്ണ പ്ലസിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ 3 ലൈനുകൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനുകൾ ഇടതുഭാഗത്ത് വരും. ഇതിലെ മാർക്ക് എൻട്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അക്കാഡമിക് ഇയർ, ഏത് പരീക്ഷയാണ്, ക്ലാസ് ഡിവിഷൻ, സബ്ജക്റ്റ്, ഓർഡർ ബൈ എന്നുള്ളത് നെയിം കൊടുത്താൽ പേരിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് സോർട്ട് ചെയ്ത് വരിക. തുടർന്ന് ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടിയുടെ പേര് ഉൾപ്പെടെ താഴേക്ക് വരുന്നത് കാണാം. ഇനി ഇവിടെ സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ TE മാർക്കും CE മാർക്കും നൽകുന്നു. അങ്ങനെ എല്ലാ കുട്ടികളുടെ മാർക്ക് നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് അടുത്ത വിഷയം സെലക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും മാർക്ക് എൻ്റർ ചെയ്യുക. അങ്ങനെ എല്ലാ വിഷയത്തിൻ്റെയും മാർക്കുകൾ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊമോഷൻ ലിസ്റ്റ് എന്ന ഭാഗത്തേക്ക് വരാം. ഇവിടെ ക്ലാസ്, ഓർഡർ ബൈ നെയിം, തുടർന്ന് ആ മാർക്കുകൾ നൽകിയിട്ടുള്ള വിഷയങ്ങളുടെ ടിക്ക് വന്നതായിട്ട് കാണാം. ഏതെങ്കിലും ടിക്കുകളില്ല എങ്കിൽ അത് നൽകുകയും ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കുകയും ചെയ്യാം. തുടർന്ന് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊമോഷൻ ലിസ്റ്റ് താഴേക്ക് വരുന്നുണ്ട്. ഇതിൽ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ്, അതുപോലെ വലത് ഭാഗത്ത് കാണുന്ന സോഷ്യോ ഇമോഷണൽ സ്കില്ല്, അതുപോലെ പ്രൊമോട്ടഡ് ഓർ നോട്ട്, പിന്നെ അറ്റൻഡൻസ്, ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ നൽകേണ്ടത്. ഇങ്ങനെ ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് സേവ്ഡ് ആയി എന്ന് കാണാം. തുടർന്ന് ഇവിടെ പ്രിൻ്റ് A3 എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇത് ഡൗൺലോഡായി വരുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാം ലെറ്റർ എന്നതാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ ലെറ്റർ എന്നുള്ളത് മാറ്റി A3 എന്ന വലുപ്പത്തിലേക്ക് മാറ്റുന്നു. അതുപോലെ പോർട്രേറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റുന്നു. ഈ 2 ക്രമീകരണങ്ങളും വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് PDF എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോണിലേക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്.